നിലവിൽ സർവീസിലുള്ള അധ്യാപകർക്ക് ഫെബ്രുവരിയിൽ സ്പെഷ്യൽ കേഡറ്റ് എക്സാം നടത്തുമെന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഈ എക്സാം എല്ലാവരും എഴുതണോ വേണ്ടയോ എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഹായ് ഓൾ, എല്ലാവർക്കും ടീച്ചേഴ്സ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സുപ്രീം കോടതി വിധി പ്രകാരം രാജ്യത്ത് ഏകദേശം 20 ലക്ഷം അധ്യാപകർ അവരുടെ ജോലി നഷ്ടമാകുമോ എന്ന ഭീതിയിലാണ്. നിലവിൽ പല സംസ്ഥാനങ്ങളും അധ്യാപക സംഘടനകളും ഈ വിധിക്കെതിരെ സുപ്രീം കോടതിയെയും കേന്ദ്ര സർക്കാരിനെയും സമീപിച്ചെങ്കിലും അധ്യാപകർക്ക് അനുകൂലമായ നിലപാട് ഇവിടെ നിന്നൊന്നും ലഭിച്ചിരുന്നില്ല. 5 വർഷത്തിലധികം സർവീസുള്ള രാജ്യത്തെ മുഴുവൻ അധ്യാപകരും 2027 സെപ്റ്റംബർ 1 മുമ്പ് ടെറ്റ് യോഗ്യത നേടണമെന്നാണല്ലോ സുപ്രീം കോടതി വിധി. അല്ലാത്തവർക്ക് നിർബന്ധിത വിരമിക്കൽ നൽകണം. കേരളത്തിലേക്ക് വരുമ്പോൾ ഏകദേശം 65,000 അധ്യാപകരാണ് ഈ വിധത്തിൽ പരീക്ഷ എഴുതേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് സർവീസിലുള്ള അധ്യാപകർക്ക് 2026 ഫെബ്രുവരിയിൽ പ്രത്യേക കേഡറ്റ് നടത്താൻ വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ തല യോഗം തീരുമാനം കൈക്കൊണ്ടത്. UPA സർക്കാർ നടപ്പാക്കിയ 2009 വിദ്യാഭ്യാസ അവകാശ നിയമത്തിലാണ് ടെറ്റ് നിഷ്കർഷിക്കപ്പെട്ടത്. നിയമം വരും മുമ്പ് ജോലിയിൽ പ്രവേശിച്ചവരും ടെറ്റ് നേടണമെന്ന് RTE പറയുന്നു. 2017 മോദി സർക്കാർ നടത്തിയ ഭേദഗതിയിലാണ് ഇത്തരം അധ്യാപകരെ പിരിച്ചുവിടുമെന്നും വ്യക്തമാക്കിയത്. ഒരു തൊഴിൽ മേഖലയിൽ പുതിയ യോഗ്യതകൾ നിഷ്കർഷിക്കുമ്പോൾ നിലവിലുള്ളവർക്ക് ഇളവുകൾ നൽകാറുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാരുകൾ ഇറക്കിയ ഉത്തരവുകളിൽ ഈ സംരക്ഷണം നൽകിയില്ല. 2011 ഏപ്രിൽ 30 മുതലാണ് കേരളത്തിൽ RTE നടപ്പിലാക്കിയത്. 2012 മുതൽ നിയമിക്കപ്പെട്ടവർക്ക് കേഡറ്റ് നിർബന്ധമാക്കുകയും ചെയ്തു. എന്നാൽ സംസ്ഥാനത്ത് ഇളവ് അനുവദിച്ചിരുന്നതിനാൽ 2012 മുമ്പ് ജോലിയിൽ പ്രവേശിച്ചവർക്ക് കേഡറ്റ് പരീക്ഷ എഴുതേണ്ടി വന്നിരുന്നില്ല. പക്ഷേ ടെറ്റിന്റെ മുൻകാല പ്രാബല്യം കണക്കാക്കി സുപ്രീം കോടതിയുടെ വിധി വന്നതാണ് ഈ പ്രതിസന്ധിയുടെ മൂല കാരണം. ഈ സാഹചര്യത്തിൽ കേഡറ്റ് പരീക്ഷ എഴുതണോ വേണ്ടയോ എന്നതാണ് പ്രധാന ചോദ്യം. പ്രധാനമായും ഈ അധ്യാപകർ 2 പ്രശ്നങ്ങളാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. അതിലൊന്ന്, കേഡറ്റ് പ്രശ്നത്തിൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയെങ്കിലും പരിഹാരം നീണ്ടാൽ ഈ അധ്യയന വർഷം സ്കൂൾ അധ്യാപകരുടെ സ്ഥാനക്കയറ്റം പ്രതിസന്ധിയിലാവും എന്നതാണ്. ഈ അധ്യയന വർഷം പല സ്കൂളുകളിലെയും പ്രഥമ അധ്യാപകർ സർവീസിൽ നിന്ന് വിരമിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കേണ്ട യോഗ്യതയുള്ള അധ്യാപകരുടെ പ്രൊമോഷൻ കേട്ടിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ തടസ്സമാകുമെന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, സുപ്രീം കോടതിയുടെ പുനഃപരിശോധനാ ഹർജിയിൽ അധ്യാപകർക്ക് അനുകൂലമായ വിധി വന്നാൽ പോലും മുന്നോട്ടുള്ള കാലങ്ങളിൽ ഈ വിധിയിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുമോ എന്നത് പ്രവചനാതീതമാണ്. ഏതാനും കാലങ്ങൾ കഴിഞ്ഞാൽ ടെറ്റ് എക്സാം മുൻകാല പ്രാബല്യത്തോടെ രാജ്യത്ത് വീണ്ടും നിർബന്ധമാക്കിയാൽ അന്ന് ടെറ്റ് എക്സാം എഴുതിയെടുക്കുക എന്നത് ഇപ്പോഴുള്ളതിനേക്കാൾ പ്രയാസമുള്ളതായി മാറും. ആയതിനാൽ 2026 ഫെബ്രുവരിയിലെ സ്പെഷ്യൽ കേഡറ്റ് എക്സാം എല്ലാവരും എഴുതിയെടുക്കണമെന്നതാണ് ടീച്ചേഴ്സ് വേൾഡിന്റെ അഭിപ്രായം. 2026 ഫെബ്രുവരിയിലെ കേഡറ്റ് എക്സാം നിലവിൽ കേഡറ്റ് യോഗ്യതയില്ലാത്ത എല്ലാ അധ്യാപകരും എഴുതിയെടുക്കാൻ ശ്രമിക്കുകയും അതിന് ഇപ്പോഴേ തയ്യാറാവുകയും വേണം. അപ്പോൾ മികച്ചൊരു അവസരമാണ് നിങ്ങൾക്ക് മുന്നിലുള്ളത്, അത് പാഴാക്കരുത്. സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും സംബന്ധിക്കുന്ന വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്